നമസ്കാരം. ജ്യോതിഷചക്രം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയും ആകർഷിക്കാൻ കഴിയുമെന്നാണ് ഹൈന്ദവ വിശ്വാസവും വാസ്തുശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീടുകളിൽ വളർത്താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. മണി പ്ലാന്റ്. പേരിൽ തന്നെയുള്ള ആ ഒരു ആകർഷണം കൊണ്ടും വാസ്തുവിലും ജ്യോതിഷത്തിലും ഈ ചെടിക്കുള്ള അത്യപൂർവമായ സ്ഥാനം കൊണ്ടും ഒരു മൂട് മണി പ്ലാന്റ് എങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക. ധനഭാഗ്യവും ഐശ്വര്യവും സാമ്പത്തികമായ ഉയർച്ചയും കൊണ്ടുവരുന്ന ലക്ഷ്മി സമാനമായ ഒരു ചെടിയായിട്ടാണ് വാസ്തുശാസ്ത്രം മണി പ്ലാന്റിനെ കണക്കാക്കുന്നത്. എന്നാൽ നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകരായ പലരും വാസ്തു സംബന്ധമായ കാര്യങ്ങൾ നോക്കാൻ പോകുന്ന സമയങ്ങളിൽ നിരന്തരം ഉന്നയിക്കുന്ന ഒരു പരാതിയുണ്ട്. ഞങ്ങൾ വീട്ടിൽ മണി പ്ലാന്റ് വാങ്ങിവെച്ചു, അത് വളരെ നന്നായി തഴച്ചു വളരുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ സാമ്പത്തികമായ ഒരു ഗുണവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഉള്ള കടങ്ങൾ മാറുന്നില്ല എന്ന് മാത്രമല്ല, അന്നും ഇന്നും ഒരേ അവസ്ഥയിൽ തന്നെ ജീവിതം തുടരുന്നു. സാമ്പത്തികമായ ഒരു ഉയർച്ചയിൽ ഞങ്ങൾക്കില്ല. ഇതൊരു സാധാരണ പരാതിയാണ്. ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് മണി പ്ലാന്റ് നിങ്ങൾക്ക് ഫലം തരാത്തത് എന്നും അതെങ്ങനെ നട്ടു വളർത്തിയാൽ ഇരട്ടി ഫലം ലഭിക്കുമെന്നും വ്യക്തമായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ടാണ് മണി പ്ലാന്റ് ഫലം തരാതെ പോകുന്നത്? മണി പ്ലാന്റ് വീട്ടിൽ നട്ടു വളർത്തിയിട്ടും ഫലം കിട്ടാതെ പോകുന്നതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. നമ്മളൊരു ചെടി വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും വെച്ചാൽ അത് നമുക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകണമെന്നില്ല. പ്രപഞ്ചത്തിലെ ഓരോ ദിശകൾക്കും ഓരോ ഊർജമുണ്ട്, ഓരോ അധിപന്മാരുണ്ട്. മണി പ്ലാന്റ് എവിടെ വെക്കുന്നു, എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൽ നിന്നുള്ള ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവഹിക്കുന്നത്. ഇനി നിങ്ങൾ വരുത്തുന്ന പ്രധാന തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി സ്ഥാനം തെറ്റുള്ള ഉപയോഗമാണ്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് മണി പ്ലാന്റ് കൊണ്ടുവന്ന് വെള്ളം നിറച്ച് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൻ്റെ മുകളിലോ ടിവിയുടെ മുകളിലോ അല്ലെങ്കിൽ കിടപ്പ് മുറിയിലോ വെക്കുക എന്നതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മുകളിൽ ഇത് വെക്കുന്നത് വാസ്തുപ്രകാരം തെറ്റാണ്. കാരണം അവിടെ നിന്നുള്ള നെഗറ്റീവ് തരംഗങ്ങൾ ചെടിയുടെ പോസിറ്റീവ് ഊർജത്തെ നശിപ്പിക്കും. ഇനി അടുത്തതായി, ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരിൽ കിടപ്പുമുറിയിൽ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റുക. ബെഡ്റൂമിൽ മണി പ്ലാന്റ് വെക്കുന്നത് വാസ്തുദോഷത്തിന് കാരണമാകുന്ന ഒന്നാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്കു പകരം സാമ്പത്തിക തകർച്ചയും ദാമ്പത്യ കലഹങ്ങളും മാനസിക സമ്മർദ്ദവുമാണ് ഇത് ക്ഷണിച്ചു വരുത്തുന്നത്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കാണുന്ന ഒരു ചെടിയെ ഒരിക്കലും നമ്മുടെ കിടപ്പുമുറിയിൽ അലങ്കാര വസ്തുവായി വെക്കാൻ പാടുള്ളതല്ല. ഇനി അടുത്തതായി, വാസ്തുഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ വളർത്തുന്ന മണി പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന പുറത്തു നിന്നുള്ള ആളുകൾ ഒടിക്കാനും അതിലെ ഇലകൾ പറിക്കാനും വെറുതെ അത് നുള്ളി നോവിക്കാനും ഒരിക്കലും അനുവദിക്കരുത്. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു ചെടി കണ്ടാൽ അതിലൊന്ന് പിടിച്ചു നോക്കുക, അതിൻ്റെ ഇല പറിക്കുക. ഇതൊക്കെ ചിലർക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ഊർജത്തെയാണ് അവർ അവിടെ നശിപ്പിക്കുന്നത്. വാസ്തുവിന് വേണ്ടി വളർത്തുന്ന ചെടിയാണ്, പുറത്തു നിന്നുള്ളവർ തൊടാൻ പാടില്ല എന്ന് സ്നേഹത്തോടെ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എപ്പോഴും മണി പ്ലാന്റ് നഴ്സറിയിൽ നിന്നോ മറ്റോ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നടുന്നതാണ് ഏറ്റവും ഉത്തമം. ദാനമായിട്ടോ ഫ്രീ ആയിട്ടോ ഒന്നും മണി പ്ലാന്റ് വാങ്ങിക്കൊണ്ടുവന്ന് നടുന്നത് അത്ര നല്ലതല്ല. ഇനി നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെയോ വീട്ടിൽ നിന്ന് ഒരു തണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ പോലും അത് വെറുതെ വാങ്ങരുത്. ചുരുങ്ങിയത് 1 രൂപയെങ്കിലും അവരുടെ കയ്യിൽ കൊടുത്ത് ഇതൊരു രീതിയാണ്, അതുകൊണ്ടാണ് പൈസ തരുന്നത് എന്ന് പറഞ്ഞ് ആ ചെടി വാങ്ങിക്കുക. സാമ്പത്തിക ഊർജത്തിൻ്റെ കൈമാറ്റം അവിടെ നടന്നിരിക്കണം. ഇനി വാടിപ്പോയതോ ഇലകൾ അഴുകിപ്പോയതോ ആയ മണി പ്ലാന്റ് വീട്ടിൽ വെക്കുന്നത് വലിയ ദോഷമാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുന്നത്. ഉണങ്ങിയ ഇലകൾ യഥാസമയം മുറിച്ചു മാറ്റുകയും ശുദ്ധമായ വെള്ളം നൽകി അതിനെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വാസ്തുശാസ്ത്ര പ്രകാരം ദിശകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് മണി പ്ലാന്റ് വെക്കേണ്ട ഏറ്റവും ഉത്തമമായ 2 സ്ഥാനങ്ങളെക്കുറിച്ച് പരിശോധിക്കാം. ഒന്നാമത്തേത് തെക്ക് കിഴക്കേ മൂലയാണ്. വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്താണ് മണി പ്ലാന്റ് വെക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം. ഈ ദിശയുടെ നാഥൻ ശുക്രനാണ്. ദേവത ഗണപതിയുമാണ്.
ജ്യോതിഷപ്രകാരം ശുക്രൻ സമ്പത്ത്, ഐശ്വര്യം, ആഡംബരം, വാഹനഭാഗ്യം എന്നിവയുടെ കാരകനാണ്. ഗണപതി വിഘ്നങ്ങളെ മാറ്റുന്നവനാണ്. ഈ സ്ഥാനത്ത് മണി പ്ലാന്റ് വെക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി സമ്പത്ത് വർദ്ധിക്കാൻ ഇടയാകുന്നു. നിങ്ങളുടെ വീടിൻ്റെ അടുക്കള തെക്ക് കിഴക്കേ ദിശയിലാണെങ്കിൽ അത് മണി പ്ലാന്റ് വളർത്താൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യസ്ഥാനമാണ്. ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ ആ വീട്ടിലെ വീട്ടമ്മ അടുക്കളയിൽ ഒരു ചെറിയ കുപ്പിയിലോ അല്ലെങ്കിൽ പോട്ടിലോ ഈ ചെടി വെച്ച് ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ അതിനെ സ്നേഹത്തോടെ പരിചരിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും അന്നത്തിനും ഐശ്വര്യത്തിനും മുട്ടുണ്ടാകില്ല. രണ്ടാമത്തേത് വടക്ക് ദിശയാണ്. വടക്ക് ഭാഗവും മണി പ്ലാന്റ് വെക്കാൻ വളരെ നല്ലതാണ്. ഈ ദിശയുടെ നാഥൻ ബുധനാണ്. ദേവത കുബേരനുമാണ്. പുതിയ സാമ്പത്തിക അവസരങ്ങൾ, ബിസിനസ്സിലെ വിജയം, കടബാധ്യതകളിൽ നിന്നുള്ള മോചനം എന്നിവയ്ക്ക് വടക്ക് ദിശയിലെ മണി പ്ലാന്റ് സഹായിക്കും. ഇനി ഒഴിവാക്കേണ്ട ദിശ എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ ദിശയാണ്, അതായത് ഈശാനകോൺ. ഈ ദിശയിൽ ഒരിക്കലും മണി പ്ലാന്റ് വളർത്താൻ പാടില്ല. ഈശാനകോൺ ഈശ്വരൻ്റെ സ്ഥാനമാണ്. അവിടെ മണി പ്ലാന്റ് വെക്കുന്നത് പണനഷ്ടത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഈ ദിശ വ്യാഴത്തിൻ്റെ സ്വാധീനത്തിലുള്ളതാണ്. ശുക്രനും വ്യാഴവും തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം വാസ്തുദോഷമുണ്ടാക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്കായി വാസ്തുവിലും ചൈനീസ് ജ്യോതിഷവിദ്യയുമായ ഫെങ്ഷുയിലും പറയുന്ന വളരെ വലിയൊരു രഹസ്യമാണ്. മണി പ്ലാന്റ് വെച്ചിട്ട് ഉദ്ദേശിച്ച ഫലം കിട്ടാത്തവർക്കും ഉള്ള ഫലം ഇരട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാർഗം പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ സാധാരണ മണി പ്ലാന്റിനോടൊപ്പം മറ്റ് 2 ചെടികൾ കൂടി നിങ്ങളുടെ വീട്ടിൽ വെക്കുക. ആ 2 ചെടി ഇതാണ്: ജെയ്ഡ് പ്ലാന്റും ചൈനീസ് മണി പ്ലാന്റും. നഴ്സറികളിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്നവയാണ് ഈ 2 ചെടികളും. ഇതിൻ്റെ ഇലകൾ നാണയങ്ങളുടെ ആകൃതിയിലുള്ളതും തടിച്ചതുമാണ്. ജലാംശവും സമ്പത്തും പിടിച്ചു നിർത്താൻ കഴിവുള്ള ഊർജ്ജ കേന്ദ്രങ്ങളാണിവ. ഇതെങ്ങനെയാണ് ഈ വീട്ടിൽ വെക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സാധാരണ മണി പ്ലാന്റ് വീടിൻ്റെ വടക്ക് ഭാഗത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് പൂരകമായി വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജെയ്ഡ് പ്ലാന്റോ അല്ലെങ്കിൽ ചൈനീസ് മണി പ്ലാന്റോ വാങ്ങി വെക്കുക. ഇനി നിങ്ങളുടെ സാധാരണ മണി പ്ലാന്റ് തെക്ക് കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ അതിന് പൂരകമായി വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ജെയ്ഡ് പ്ലാന്റ് അല്ലെങ്കിൽ ചൈനീസ് മണി പ്ലാന്റ് വെക്കുക. ഇങ്ങനെ വാസ്തുവിലെ 2 പ്രധാന സാമ്പത്തിക ദിശകളെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ പോസിറ്റീവ് എനർജിയുടെ അളവ് ഇരട്ടിയാകും. ഒരുപാട് വിജയങ്ങൾ കൈവരിച്ച, സാമ്പത്തികമായി വലിയ നിലയിലെത്തിയ ആളുകളുടെ വീടുകളിൽ വാസ്തുവിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു രഹസ്യമാണിത്. കേവലം ഒരു ചെടിയായി ഇതിനെ കാണാതെ നിങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ഇതിനെ കണ്ടു വളർത്തി നോക്കൂ. മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. മണി പ്ലാന്റ് നടുമ്പോൾ എപ്പോഴും മുകളിലേക്ക് പടർന്നു കയറുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. താഴേക്ക് തൂങ്ങിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. താഴേക്ക് വളരുന്നത് സാമ്പത്തികമായ ഇടിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ചെറിയ ചരടോ താങ്ങോ കൊടുത്ത് ഇതിനെ മുകളിലേക്ക് വളർത്തുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ ഈ മാറ്റം വരുത്തി പൂർണ്ണമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും പ്രപഞ്ചശക്തിയെ ആശ്രയിക്കുക. തീർച്ചയായും നിങ്ങളുടെ കടബാധ്യതകൾ തീരുകയും വീട്ടിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിറയുകയും ചെയ്യും. ജഗദീശ്വരൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാഗ്യവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ ചക്രത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.